നമസ്കാരം. സ്റ്റോണിയിലെ സൗത്ത് സിറ്റിയിലെ ഒരു തിരക്കേറിയ റോഡ്, ആ റോഡിന് സമീപത്തായി ഒരു കൂറ്റൻ ഷോപ്പിംഗ് മാളുണ്ട്. ആ ഷോപ്പിംഗ് മാളിന് മുന്നിൽ ഹെയ്സൽ ലങ്കാസ്റ്റർ ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുകയാണ്. സമയം രാവിലെ ഏകദേശം 9 മണിയായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ആ മാളിന് മുന്നിലായി തോരണങ്ങളും ബാനറുകളും ഹോർഡിങ്സും എല്ലാം ഉയർന്നു കഴിഞ്ഞു. ബാനറുകൾ എവിടെ കെട്ടണം, ഹോർഡിങ്സ് എങ്ങനെ വെക്കണം, തോരണം എങ്ങനെ കെട്ടണം തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അതാത് സ്ഥലത്ത് ചെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഹെയ്സൽ ലങ്കാസ്റ്റർ ഓടി നടക്കുകയാണ്. ആ മാളിന്റെ മുന്നിലായി ആളുകളെ ആകർഷിക്കാനായി ബാൻഡ് മേളക്കാരും ഡാൻസ് ട്രൂപ്പുകാരുമുണ്ട്. ഡാൻസ് ട്രൂപ്പുകാർ ശരിക്കും രസമുള്ള വേഷമാണ് ധരിച്ചിരിക്കുന്നത്. സകലരും സിംഹത്തിന്റെ വേഷത്തിലാണ്. ഒരു സിംഹ കളിയാട്ടം എന്ന് വേണമെങ്കിൽ അവരുടെ ആ ഡാൻസ് നമുക്ക് വിളിക്കാം. ആളുകൾ അതുവഴിയൊക്കെ കടന്നു പോകുന്നുണ്ട്. ആ പോകുന്ന ആളുകളൊക്കെ മാളിന്റെ മുന്നിലെ ആഘോഷങ്ങൾ കണ്ട് അവിടെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു പ്രധാന പരിപാടി അവിടെ നടക്കാൻ പോവുകയാണെന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കൗതുകപൂർവ്വം ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മേബാക്ക് അങ്ങനെ ഒഴുകി വന്നു. മേബാക്ക് നിന്നതും അത് നിന്ന് വെയ്ലോൺ ലങ്കാസ്റ്റർ പുറത്തിറങ്ങി. ഹെയ്സലിന്റെ പിതാവ് വെയ്ലോണിനെ കണ്ടതും ഹെയ്സൽ ഓടി വെയ്ലോണിന്റെ അടുത്ത് വന്നു. അച്ഛ സമയത്തിന് എത്തി. കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹെയ്സൽ, എല്ലാം നന്നായി നടക്കുകയല്ലേ? എനിക്കറിയാം നീ ഇത് നന്നായി നടത്തുമെന്ന്. ഹെയ്സൽ, ഞാൻ എൻ്റെ പണം മുഴുവൻ നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കുഴപ്പവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ശരിയല്ലേ? എന്ത് കുഴപ്പമാണ് ഇതിൽ വരാനിരിക്കുന്നത്? നമ്മൾ മാർക്കറ്റ് പിടിക്കും. ലങ്കാസ്റ്റർ കുടുംബം ആദ്യമായിട്ടാണ് മെഡിക്കൽ മേഖലയിൽ ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു ടെൻഷൻ വെയ്ലോണിനുണ്ട്. പക്ഷെ വെയ്ലോൺ 100% അയാളുടെ മകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. വെയ്ലോൺ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, നീ ആത്മാർത്ഥമായിട്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയും പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് പോസിറ്റീവ് റിസൾട്ട് നിനക്ക് ലഭിക്കേണ്ടതാണ്. റിസൾട്ട് എന്തെങ്കിലും കാരണവശാൽ നീ ഉദ്ദേശിക്കുന്ന പോലെ ആയില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നോടൊപ്പമുണ്ട്. അതിരാവിലെ അവിടെ എത്തിയ വെയ്ലോൺ ആ ശൈലിയിൽ ഹെയ്സലിന് സപ്പോർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹെയ്സലിന്റെ ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഹെയ്സൽ ചിരിച്ചുകൊണ്ട് വെയ്ലോണിനോട് പറഞ്ഞു, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാർക്കറ്റ് നമുക്ക് അനുകൂലമായി നീങ്ങുമെന്ന്. അങ്ങനെ ഹെയ്സൽ പറഞ്ഞതും വെയ്ലോൺ ഹെയ്സലിനോട് ചോദിച്ചു, എവിടെ നിന്റെ ആ ഫ്രണ്ട്? ഡെസ്റ്റിന് എത്താറായി, ഡെസ്റ്റ് വരുന്നു. അങ്ങനെ ഹെയ്സൽ പറഞ്ഞതും ഹെയ്സൽ നോക്കിയ സ്ഥലത്തേക്ക് വെയ്ലോണിന്റെ കണ്ണുകളിൽ നീങ്ങി. ഒരു ചെറുപ്പക്കാരൻ ഒരു സാധാരണ കോട്ടും ധരിച്ച് സാധാരണ ഷർട്ടും പാന്റും ധരിച്ച് ആ തെരുവിലൂടെ അങ്ങോട്ട് നടന്നു വരികയാണ്. ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് എന്ന ആ ഓയിൻമെന്റ് ഈ രാജ്യത്തെ മെഡിക്കൽ ഹിസ്റ്ററി തന്നെ മാറ്റി എഴുതാൻ പോവുകയാണ്. ആ ഓയിൻമെന്റിന്റെ സൃഷ്ടാവാണ് കൂളായി ആ തെരുവിലൂടെ അങ്ങനെ നടന്നു വരുന്നത്. ആ കാഴ്ച കണ്ട വെയ്ലോൺ അക്ഷരാർത്ഥത്തിൽ അത്ഭുതത്തോടെ ഡസ്റ്റിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹെയ്സൽ, നീ ഡസ്റ്റിൻ ശരിക്കും സിമ്പിൾ ആണെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഇത്രയും സിമ്പിൾ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആള് കൊള്ളാം കേട്ടോ. അങ്ങനെ വെയ്ലോൺ പറയുമ്പോഴേക്കും ഡസൻ റൈസ് നടന്ന് അവരുടെ അടുത്തെത്തി. ഡസൻ നടന്ന് ഹെയ്സലിന്റെ അടുത്തെത്തിയതും ഹെയ്സൽ ഡസ്റ്റിനെ വെയ്ലോണിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് അച്ഛന്റെ ഭാവി മരുമകൻ. വെയ്ലോണിന്റെ മുന്നിൽ വെച്ച് ഡസൻ റൈസിനെ അങ്ങനെ ഹെയ്സൽ പരിചയപ്പെടുത്തിയപ്പോ ഡസൻ ഒന്ന് പതറി. ഡസൻ ഒന്ന് പതർന്ന് കണ്ടതും വെയ്ലോൺ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, ഇങ്ങനെയാണോ ആളുകളെ പരിചയപ്പെടുത്തുന്നത്? അങ്ങനെ വെയ്ലോൺ പറയുമ്പോഴും വെയ്ലോൺ ഹെയ്സലും ഡസ്റ്റും തമ്മിലുള്ള ആ കെമിസ്ട്രി ശ്രദ്ധിച്ചു. ശരിക്കും ആത്മബന്ധമുള്ള 2 പേരുടെ സൗഹൃദം വെയ്ലോണിന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. വെയ്ലോൺ അവരെ നോക്കി ചിരിച്ചപ്പോ ഡസ്റ്റിൻ വെയ്ലോണിനോട് പറഞ്ഞു, അങ്കിൾ, എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ വരും, അങ്കിൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഡസ്റ്റിൻ, എനിക്ക് ഡസ്റ്റിനെ പൂർണ്ണ വിശ്വാസമാണ്. ഡസ്റ്റിൻ, ഞാൻ ഹെയ്സലിനോട് പറയുകയായിരുന്നു, ഇന്ന് എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന് ഹെയ്സലിനോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡസൻ റൈസും വെയ്ലോണും ഹെയ്സലും കൂടി അന്ന് നടക്കുന്ന ലോഞ്ചിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1-2 വാഹനങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. വില കൂടിയ ആ കാറുകൾ അവരുടെ ആ മാളിന് മുന്നിലായി അങ്ങനെ വന്ന് നിന്നപ്പോൾ ശരിക്കും ഒരു കൗതുകം ഹെയ്സലിന്റെയും വെയ്ലോണിന്റെയും മുഖത്തുണ്ട്. കാരണം ആ കാറുകൾ അവർക്ക് അറിയാവുന്ന കാറുകളാണ്. ആ കാറുകൾ ടോർബി കുടുംബത്തിന്റെയും അതുപോലെ സ്ട്രാറ്റ്ഫോർഡ് കുടുംബത്തിന്റെയും ആണെന്ന് വെയ്ലോണിന് നന്നായിട്ട് അറിയാം. വെയ്ലോൺ ആ കാറിലേക്ക് നോക്കിയതും അതിൽ നിന്ന് ഇസബെല്ല ടോർബിയും ഓവൻ സ്ട്രാറ്റ്ഫോർഡും സോഫിയയും അതുപോലെ കെവിനും പുറത്തേക്ക് ഇറങ്ങി. വേറെ 1-2 പേരും കൂടെ ഉണ്ട്. കാറിൽ നിന്നിറങ്ങിയ ടീം വെയ്ലോണും ഹെയ്സലും നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു വന്നു. അവരങ്ങോട്ട് നടന്നു വരുന്ന കണ്ടപ്പോൾ ഹെയ്സലിനും വെയ്ലോണിനും ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. സ്ട്രാറ്റ്ഫോർഡിന്റെയും ടോർബിയുടെയും മരുന്നിന് ശരിക്കും ചലഞ്ച് ചെയ്യുന്ന ഒരു മരുന്നാണ് ഇന്ന് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റ്ഫോർഡിന്റെയും ടോർബിയുടെയും
ശക്തരായ എതിരാളികളാണ് ഇന്നു മുതൽ ലങ്കാസ്റ്റർ. ആ ലങ്കാസ്റ്ററിന്റെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സെറമണിയിലേക്ക് ഇതാ സ്റ്റാറ്റ്ഫോർഡും ടോർബിയും എത്തിയിരിക്കുകയാണ്. ആ കാഴ്ച ഒരു കൗതുകവും അതേസമയം ലേശം ഭയവും വെയിലോണിലും അതുപോലെ ഹേസലിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അമ്പരപ്പോടെ ആ നടന്നു വരുന്ന ടീമിനെ നോക്കിയതും ഏറ്റവും മുന്നിൽ നടന്നു വന്ന ഇസബല്ല ഹേസലിനോട് പറഞ്ഞു, ഹേസൽ, അഭിനന്ദനങ്ങൾ. ഇസബല്ല, നീ ഇതേ പ്രോഗ്രാമിന് വരുമെന്ന് ഞാൻ തീരെ കരുതിയതല്ല. ഹേസൽ അവളുടെ മനസ്സിലിരിപ്പ് ഇസബല്ലയോട് പങ്കുവെക്കുകയാണ്. അത് കേട്ടതും ഓവൻ പറഞ്ഞു, ഹേസൽ, ഞങ്ങളുടെ 2 കുടുംബങ്ങളുടെയും പ്രധാന ബിസിനസ് മെഡിക്കൽ മേഖലയിലാണ്. ആ മേഖലയിൽ പുതുതായി ഒരു കുടുംബം കടന്നു വരികയും ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓവൻ വളരെ ഷാർപ്പായിട്ട് അവരുടെ സന്ദർശന ഉദ്ദേശം വ്യക്തമാക്കുകയാണ്. ഓവൻ അത് പറഞ്ഞപ്പോഴേക്കും കെവിനും സോഫിയും അവരുടെ അടുത്തെത്തി കഴിഞ്ഞു. കെവിൻ അടുത്തെത്തിയതും വെയിലോൺ കെവിൻ്റെ അടുത്തേക്ക് വന്നു. സർ കെവിൻ, സ്വാഗതം, ഞങ്ങളുടെ ലങ്കാസ്റ്ററിലേക്ക് സ്വാഗതം. ഹേയ് വെയിലോൺ, ഔപചാരികതയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് കാണാൻ വന്നത്. നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഈ മേഖല ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വളരെ പോസിറ്റീവായിട്ട് കെവിൻ അങ്ങനെ പറഞ്ഞതും സോഫിയും ചിരിച്ചുകൊണ്ട് ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. പുതിയതായിട്ട് ആളുകൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഈസി ആയിട്ട് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഹെയ്സലിന്റെയും വെയിലോണിന്റെയും ആശങ്കകൾ തണുപ്പിക്കത്തക്ക ശൈലിയിലാണ് സോഫിയും കെവിനും സംസാരിച്ചു തുടങ്ങിയത്. ആ സംഭാഷണം അല്പം മുന്നോട്ട് പോയപ്പോൾ കെവിൻ വെയിലോണിനോട് പറഞ്ഞു, മിസ്റ്റർ വെയിലോൺ, എൻ്റെ ടോർബി കുടുംബവും ഓവന്റെ സ്റ്റാറ്റ്ഫോർഡും എത്രയോ കാലങ്ങളായിട്ട് മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് ഞങ്ങളുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർമുല ഞങ്ങളുമായി പങ്കുവയ്ക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് ഒരുപാട് മെച്ചമുണ്ടാക്കും. ഞങ്ങളുടെ മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മരുന്ന് ഈ സ്റ്റോണിയിൽ എല്ലായിടത്തും നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതിവേഗം മരുന്ന് വിറ്റുപോകും. നിങ്ങളുടെ ലാഭം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും. ഞങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടും എന്ന് പറയുന്നു. സംഭാഷണത്തിന്റെ ഗതി ആകെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോ കെവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വെയിലോൺ എന്തെങ്കിലും പറയാൻ വാ തുറക്കും മുമ്പ് ഹെയ്സൽ കെവിനോട് പറഞ്ഞു, എങ്കിൽ കെവിൻ, സോറി, ഞങ്ങളുടെ ഫോർമുല ഞങ്ങൾ ആർക്കും വിൽക്കില്ല. ഞങ്ങളുടെ ഉൽപ്പന്നം കുറച്ചു മാത്രമേ വിൽക്കുള്ളൂവെങ്കിലും അത് മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. എന്തായാലും ഞങ്ങളുടെ ഫോർമുല മറ്റാരെങ്കിലുമായി ഷെയർ ചെയ്ത് ഉൽപ്പന്നം കൂടുതൽ വിറ്റഴിക്കാൻ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല. ഹെയ്സൽ അറുത്ത് മുറിച്ച് ആ മറുപടി പറഞ്ഞതും സോഫിയ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, ബിസിനസ് ശരിക്കും ശ്രദ്ധിച്ചാ ചെയ്യേണ്ടത്. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോഞ്ച് ചെയ്ത് നിശ്ചിത സമയത്തിനകം ആ പ്രോഡക്റ്റ് പരമാവധി വിറ്റഴിക്കണം. എങ്ങനെ മാർക്കറ്റിനെ നയിക്കാൻ പറ്റും? നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾക്ക് കൂടുതൽ ദൂരേക്ക് അല്ലെങ്കിൽ കൂടുതൽ കടകളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഞങ്ങൾക്കറിയാം. ആ ബലഹീനത ഒഴിവാക്കാനായിട്ടാണ് ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഹെയ്സലിനെ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ഹെയ്സലിനെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ഇവിടെ സോഫിയ. അത് കേട്ടപ്പോൾ ഹെയ്സൽ പറഞ്ഞു, മാഡം സോഫിയ, സോറി, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. ഞങ്ങൾക്ക് വേറെ ആളുകളുമായി സഹകരിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്. സോറി, മറ്റൊന്നും തോന്നരുത്, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഹെയ്സൽ ലങ്കാസ്റ്റർ അറുത്ത് മുറിച്ച് അവരുടെ അഭിപ്രായം വ്യക്തമാക്കുകയാണ്. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന ഇസബല്ലയുടെ മുഖം മാറുന്നത് ഈ നിമിഷത്തിലാണ്. ഇസബല്ല ലേശം ദേഷ്യത്തോടെ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, നീ ആലോചിച്ചാ സംസാരിക്കേണ്ടത്. നീ ഈ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് വലിയ സംഭവമായിട്ടൊക്കെ നിനക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് ഇപ്പോഴും നിനക്ക് അറിയത്തില്ല. കിട്ടിയ ഓപ്പർച്യൂണിറ്റി നീ വേണ്ടെന്ന് വെച്ചാൽ നീ കരയേണ്ടി വരും. ഇസബല്ല, ഈ പ്രോഡക്റ്റ് വിറ്റ് പോയില്ല എന്ന് ഞാനങ്ങനെ കരുതും. എൻ്റെ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വന്നാൽ അതും വിധിയായി ഞാൻ കരുതും. പക്ഷേ ഈ പ്രോഡക്റ്റിന്റെ ഫോർമുല മറ്റാരെങ്കിലുമായി പങ്കുവയ്ക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഹെയ്സൽ ഇസബല വളഞ്ഞുകൂട്ടി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തകർത്തുകൊണ്ട് ഒരു മറുപടി അങ്ങ് പറയുകയാണ്. ഒരു കാരണവശാലും ഫോർമുല വിൽക്കത്തില്ല. വളരെ വ്യക്തമാണ് ഹെയ്സലിന്റെ ആൻസർ. അത് കേട്ടതും ഓവൻ പറഞ്ഞു, ഹെയ്സൽ, നീ അധികം അങ്ങ് നെഗളിക്കരുത്. എന്താ നിനക്ക് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നിനക്ക് ഒരു പിടിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഓവൻ പറഞ്ഞതും ഒരു നിര വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് ഒഴുകി വരികയാണ്. ആ വാഹനങ്ങളുടെ ഏറ്റവും മുന്നിൽ ഒരു ചെറിയ ആംബുലൻസ് ആണ്. കറുത്ത നിറത്തുള്ള ആംബുലൻസ് ആണ്. ആ ആംബുലൻസിൽ വളരെ വലിയ അക്ഷരത്തിൽ ഫ്യൂണറൽ എന്ന് എഴുതിയിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ശവശരീരം കൊണ്ടുപോകാനായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ്. ആ ആംബുലൻസിന്റെ ഇരുപുറത്തും വലിയ റീത്തുകൾ തൂക്കിയിട്ടുണ്ട്.
ആംബുലൻസിന്റെ മുൻഭാഗത്ത് ഒരു പ്രായമുള്ള ആളിന്റെ ഒരു കൂറ്റൻ ഛായാചിത്രം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ആംബുലൻസ് അവരുടെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. പെട്ടെന്ന് ഒരു ആംബുലൻസ്, അതും ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ആംബുലൻസ് വന്നു നിന്നപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ ഹേസലിനും വെയിലൂണിനൊക്കെ ഒരു വല്ലാത്ത അമ്പരപ്പുണ്ട്. അതേ സമയത്ത് ടോർബി കുടുംബത്തിലെയും സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിലെ ആളുകളുടെ മുഖത്ത് ചെറിയ ഒരു പുഞ്ചിരി വന്നു തുടങ്ങിയാണ്. ആംബുലൻസ് നിന്നതും ആംബുലൻസ് തുറന്ന് ഒരാൾ പുറത്തിറങ്ങിയ നിമിഷത്തിൽ തന്നെ അയാൾ കരയാൻ ആരംഭിച്ചു. അയാൾ ഉറക്കെ കരയുകയാണ്. ഒരു ചെറുപ്പക്കാരനാണ് കരയുന്നത്. എന്തിനാ അയാൾ കരയുന്നതെന്ന് മനസ്സിലാകാതെ വെയിലോണും ഹെയ്സലും അയാളെ നോക്കുന്നതും അയാൾ ഉറക്കെ ചോദിക്കുകയാണ്, ആരാ ഈ JDU ഓയിൻമെന്റിന്റെ നിർമ്മാതാക്കൾ? അയാളുടെ ചോദ്യം കേട്ടതും ഹെയ്സൽ ലങ്കാസ്റ്റർ മുന്നോട്ട് കയറി അയാളോട് പറഞ്ഞു, ഞാനാണ് ഉടമ, എന്താ വേണ്ടേ? ഓ, നിങ്ങളാണോ ഉടമ? ഏയ്, നിങ്ങൾ ഈ ചെയ്തത് ശരിക്കും വലിയ ചതിയായി പോയി. ഹലോ, നിങ്ങൾ എന്തായി പറയുന്നേ? ഞാൻ എന്താ പറയുന്നതോ, നിങ്ങൾ ഇത് കാണാം. അയാൾ അങ്ങനെ പറഞ്ഞതും അയാളുടെ കൂടെയുള്ള ആളുകൾ ആ ആംബുലൻസിന്റെ ബാക്ക് ഡോർ തുറന്ന് അതിൽ നിന്ന് ഒരു ശവപ്പെട്ടി പുറത്തേക്ക് ഇറക്കി. ഒരു AC ശവപ്പെട്ടി പുറത്തേക്ക് ഇറക്കി അവർ അത് തള്ളി മുന്നോട്ട് കൊണ്ടുവന്നു. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ ആ ഷോപ്പിംഗ് മാളിന്റെ മുന്നിൽ ഗേറ്റിന് നടുക്കായി ആ ശവപ്പെട്ടി അവർ കൊണ്ടുവച്ചു. വീലുകളുള്ള ശവപ്പെട്ടിയാണ്. ഉരുട്ടി അവിടെ കൊണ്ടുവച്ചപ്പോൾ സകല ആളുകൾക്കും ആ കാഴ്ച കാണാം. ആ ശവപ്പെട്ടിക്കകത്ത് ആ ആംബുലൻസിന്റെ മുന്നിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ചിത്രത്തിലുള്ള മനുഷ്യൻ അങ്ങനെ കിടക്കുകയാണ്. അയാളുടെ ശവശരീരം അതിനകത്തുണ്ടെന്ന് അർത്ഥം. ആ ശവശരീരത്തിന് ചൂണ്ടി ആ ചെറുപ്പക്കാരൻ ഹെയ്സലോട് പറഞ്ഞു, ഇതേ എന്റെ അച്ഛനാണ്, എന്റെ അച്ഛനെ നിങ്ങളാ കൊന്നത്. ഏയ്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ അച്ഛനെ ഞാൻ എങ്ങനെ കൊല്ലുന്നേ? നിങ്ങൾ കൊന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ മരുന്നുണ്ടല്ലോ, JDU ഓയിൻമെന്റ്, അതാണ് എന്റെ അച്ഛനെ കൊന്നത്. JDU ഓയിൻമെന്റ് നിങ്ങളുടെ അച്ഛനെ കൊന്നു? നിങ്ങൾ എന്താ അസംബന്ധമായി പറയുന്നത്? ഹേയ്, നിങ്ങൾക്ക് ഇത് അസംബന്ധമായിരിക്കും, പക്ഷേ നഷ്ടം എനിക്കാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനാണ്. അയാളുടെ ആ ഉറക്കെയുള്ള സംഭാഷണം റോഡിൽ കൂടെ പോവുകയായിരുന്ന ആളുകളെ മുഴുവൻ ആകർഷിച്ചിരിക്കുകയാണ്. ബാൻഡ് മേളവും അതുപോലെ സിംഹക്കളിയും ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ കൊണ്ട് അവിടെ മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ശരിക്കും ശബ്ദമുഖരിതമായിരിക്കുന്നതുകൊണ്ടും ആളുകൾ ഒരുപാട് കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ഈ ശൈലിയിൽ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തത്. ഹെയ്സലും വെയിലോണും ശരിക്കും പെട്ടതുപോലെയായി. അവർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ അനാവശ്യങ്ങളൊന്നും പറയരുത്. ഹെയ്സൽ അത് പറഞ്ഞതും പെട്ടെന്ന് ഇസബല്ല പറഞ്ഞു, ഏയ് ഹെയ്സൽ, എന്തായി കേൾക്കുന്നത്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മെഡിക്കൽ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ശൈലിയിൽ തെറ്റായ രീതിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റിൽ കയറുക എന്ന് ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നില്ല. ഏയ് ഇസബല്ല, നീ എന്തായി പറയുന്നത്? ഏയ് ഹെയ്സൽ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കേട്ടില്ലേ, നിന്റെ JDU ഓയിൻമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ അച്ഛൻ മരിച്ചത്. അത്ര സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണോ നീ മാർക്കറ്റ് ചെയ്യാനായി ഇന്ന് ഇറക്കുന്നത്? ഇത് അധികാരികളൊന്ന് ചെക്ക് ചെയ്തില്ലേ? ഇസബലയുടെ ചോദ്യം കേട്ടതും സോഫിയും ഉറക്കെ ചോദിക്കുകയാണ്, അതെ, ഞാനും അതാ അത്ഭുതപ്പെടുന്നത്. ഞങ്ങള് ടോബി കുടുംബക്കാരും സ്റ്റാറ്റ്ഫോർഡുകാരും എത്രയോ നൂറ്റാണ്ടുകളായി ഈ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതുവരെ ഞങ്ങളാരും ഈ ശൈലിയിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ല. ആളുകളെ കൊല്ലുന്ന ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറക്കുക, എന്നിട്ട് അതിനുവേണ്ടി പരസ്യം ചെയ്യുക. എന്തായി കാണുന്നത്? ഏയ് ഹെയ്സൽ, അധികാരികളെ മുഴുവൻ നീ പണം കൊടുത്ത് സ്വാധീനിച്ചു. ഓയിൻമെന്റ് പുറത്തു പുരട്ടുന്ന ഒരു മരുന്നാണ്. സ്വാഭാവികമായിട്ടും ആ മരുന്നിനും മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ പാലിക്കാൻ ബാധ്യതയുണ്ട്. അത് ഇവിടെ ലങ്കാസ്റ്റർ കുടുംബം മറികടന്നിരിക്കുകയാണ്. നിലവാരമില്ലാത്ത, ശരിക്കും മോശമായ ഒരു ഉൽപ്പന്നം ഇതാ അവർ ലോഞ്ച് ചെയ്യുന്നു. കെവിൻ ഉറക്കെ വെയിലോണോട് ചോദിച്ചു, മിസ്റ്റർ വെയിലോൺ, ലങ്കാസ്റ്റർ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. നിങ്ങൾ ആരും ഇത് മെഡിക്കൽ ബോർഡിനെ അറിയിച്ചില്ലേ? അഥവാ മെഡിക്കൽ ബോർഡ് അറിയാതെയാണോ ഈ ഉൽപ്പന്നം നിങ്ങൾ രംഗത്തിറക്കിയിരിക്കുന്നത്? വെയിലോണിനോട് കെവിൻ അങ്ങനെ ചോദിച്ചപ്പോൾ വെയിലോൺ ശരിക്കൊന്ന് പതറി. വെയിലോൺ പതറിയെന്ന് കണ്ടതും കെവിൻ നടന്ന് വെയിലോണിന്റെ അടുത്തേക്ക് വന്ന് വെയിലോണായി പറഞ്ഞു, മിസ്റ്റർ വെയിലോൺ, നിങ്ങൾ പ്രശ്നത്തിൽ പെടാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കണം. പെട്ടെന്നുള്ള കെവിന്റെ ചോദ്യം കേട്ടപ്പോൾ വെയിലോണിന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഇതുവരെ നടന്ന സംഭവങ്ങൾ തികച്ചും യാദൃശ്ചികം എന്നാണ് അയാൾ കരുതിയത്. പക്ഷേ കെവിൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി സഹായിക്കണമെന്ന് ചോദിച്ചപ്പോൾ വെയിലോണ് ഒരു സംശയം. വെയിലോൺ കെവിനോട് ചോദിച്ചു, മിസ്റ്റർ കെവിൻ, ഈ സംഭവങ്ങളിലേക്ക് പിന്നിൽ നിങ്ങളാണോ? ഹേയ് വെയിലോൺ, നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞങ്ങൾ ടോർബിക്കാരും സ്റ്റാറ്റ്ഫോർഡുകാരും ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഇവിടേക്ക് പുതുതായി വന്ന നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ഞാൻ തിരക്കിപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്നു. കെവിൻ അത് പറഞ്ഞതും അനവധി വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് ഓടി വന്നു. ശരിക്കും ആ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് കഥ അറിയാം. വരുന്നവരൊക്കെയും വിവിധ ചാനലുകളുടെയും വിവിധ പത്രങ്ങളുടെയും റിപ്പോർട്ടേഴ്സാണ്. അവരുടെ
സ്ഥാപനങ്ങളുടെ പേര് വളരെ വ്യക്തമായി ആ വാഹനങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാം. ഒരു നിര ആളുകൾ ഓടി വരികയാണ്. വന്ന ഉടൻ തന്നെ ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയാണ്. സകല ക്യാമറകളും ഓണായതും റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയാണ്. ലങ്കാസ്റ്റർ കുടുംബം എന്നൊരു പുതിയ മരുന്ന് ലോഞ്ച് ചെയ്യുകയായിരുന്നു. ആ മരുന്ന് ദേഹത്ത് പുരട്ടിയാൽ മുറിവ് ഉണങ്ങുമെന്നാണ് അവര് പൊതുജനങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ മരുന്ന് തേച്ചതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് അയാളുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടർ സൂചിപ്പിച്ചതും ആ മരിച്ചുപോയ മനുഷ്യന്റെ മകൻ ആ ബോഡിയുടെ അടുത്തേക്ക് വന്ന് TV ചാനലുകാർക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അയാൾ ആ ശവപ്പെട്ടിയുടെ മേൽമൂഴി തുറന്നു വെച്ചിട്ട് അവന്റെ അച്ഛന്റെ ഷർട്ടിന്റെ മുകൾ ഭാഗം തുറന്നു കാണിച്ചു. ആ മുകൾ ഭാഗം തുറക്കുമ്പോൾ ഇപ്പോഴും ആ കാഴ്ച എല്ലാവർക്കും കാണാൻ പറ്റും. ഒരു പച്ച നിറത്തുള്ള ക്രീം ആ മനുഷ്യന്റെ നെഞ്ചിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആ പച്ച നിറത്തുള്ള ഓയിൻമെന്റിനെ ചൂണ്ടി ആ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, എന്റെ അച്ഛന് നെഞ്ചിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് മാറാനായിട്ടാണ് ഈ ജെയ് ഓയിൻമെന്റ് അച്ഛൻ വാങ്ങിച്ചത്. ആ ഓയിൻമെന്റ് പുരട്ടി അധികം സമയം കഴിയുമ്പോൾ അച്ഛൻ താഴേക്ക് വീണു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ മരിച്ചു. ശരിക്കും വിഷം ഈ ഓയിൻമെന്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അച്ഛൻ്റെ ശരീരത്തിലെ ആ മുറിവിലൂടെ ഈ ഓയിൻമെന്റിലെ വിഷം ശരീരത്തിൽ കടന്നാണ് അച്ഛൻ മരിച്ചെന്ന് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാളുടെ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് ആ ചാനലുകളെ കാണിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിക്കും സൂം ചെയ്ത് ചാനലുകൾ ഒപ്പിയെടുക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് വിഷം ഉള്ളിച്ചെന്നാണ്. ആ റിപ്പോർട്ട് ചാനലുകളെ കാണിച്ചതിന് ശേഷം ആ ചെറുപ്പക്കാരൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബില്ല് കൂടി പുറത്തെടുത്തു. ജെയ് ഓയിൻമെന്റ് അയാളുടെ അച്ഛൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതിന്റെ ബില്ലാണ് ഇപ്പോൾ ചാനലുകൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അത് കാണിച്ച ശേഷം ആ ചെറുപ്പക്കാരൻ ചാനലുകളോട് പറഞ്ഞു, എന്റെ അച്ഛൻ ഈ ബില്ല് പ്രകാരമാണ് ജെയ് ഓയിൻമെന്റ് വാങ്ങിയത്. ആ ഓയിൻമെന്റ് ആണ് അച്ഛൻ നെഞ്ചിൽ പുരട്ടിയത്. ആ ഓയിൻമെന്റ് പുരട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഇനി നിങ്ങൾ പറയണം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഹെയ്സലിന് നേരെ തിരിഞ്ഞു. ഏയ്, നിങ്ങളല്ലേ ഇതിന്റെ ഉടമ എന്ന് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം നൽകണം. ഇതൊക്കെ കേട്ട് ആകെ വട്ടായി നിൽക്കുകയാണ് ഹെയ്സൽ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ അസംബന്ധം പറയരുത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഹെയ്സൽ പറഞ്ഞതും ചാനൽ ലേഖകർ ഹെയ്സലിനോട് ചോദിച്ചു, മാഡം അങ്ങനെ അങ്ങ് പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഈ ചെറുപ്പക്കാരൻ കാണിച്ച ഡോക്യുമെന്റ്സ് വ്യക്തമായ തെളിവുകളാണ്. അയാൾ ജെയ് ഓയിൻമെന്റ് പർച്ചേസ് ചെയ്തതിന് തെളിവുണ്ട്. ആ ഓയിൻമെന്റ് ആണ് ഈ ബോഡിയിൽ പുരട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമല്ലേ? ഹെയ്സലിന് അക്കാര്യത്തിൽ സംശയമില്ല. അവളുടെ ഓയിൻമെന്റ് തന്നെയാണ് ആ മനുഷ്യന്റെ നെഞ്ചിൽ പുരട്ടിയിരിക്കുന്നത്. ഒറ്റ നോട്ട് തന്നെ അവൾക്കത് അറിയാം. ഹെയ്സൽ അക്കാര്യം നിഷേധിക്കാതെ വന്നതും ചാനൽ മാധ്യമ പ്രവർത്തകർ ഹെയ്സലിനോട് പറഞ്ഞു, നിങ്ങളുടെ ഓയിൻമെന്റ് തേച്ചത് കൊണ്ടാണ് അയാളുടെ ശരീരത്തിൽ വിഷം കലർന്നത്. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് ശരിക്കും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. മാധ്യമ പ്രവർത്തകർ ആ വാക്ക് പറഞ്ഞതും ഇസബല്ല ഉറക്കെ ആൾക്കൂട്ടത്തോടായി പറഞ്ഞു, ഏയ്, നിങ്ങളെ കേൾക്കുന്നില്ലേ? സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം വിൽക്കാൻ ലങ്കാസ്റ്ററുകാർ ശ്രമിക്കുകയാണ്. ആ ഉൽപ്പന്നം ഉപയോഗിച്ച ആദ്യത്തെ ആൾ തന്നെ മരിച്ചിരിക്കുകയാണ്. മുഴുവൻ ആളുകളെ കൊന്നുകൊടുക്കാനായിട്ട് ഈ ഉൽപ്പന്നം വിൽക്കാൻ ഇവരെ നമ്മൾ അനുവദിക്കണമോ? പെട്ടെന്ന് തന്നെ മറുപടി ആൾക്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. വേണ്ട വേണ്ട വേണ്ട, അത് അടച്ചുപൂട്ടണം. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ ഫാക്ടറി അടച്ചുപൂട്ടണം. ആ ഷോപ്പിംഗ് മാളിൽ വൻ മാർക്കറ്റിംഗ് സംവിധാനമാണ് ലങ്കാസ്റ്റർ കുടുംബം ഒരുക്കിയിരിക്കുന്നത്. അത് മുഴുവൻ തച്ചുടയ്ക്കണം, അടച്ച് പൂട്ടണം എന്നൊക്കെ ആൾക്കൂട്ടം ഉറക്കെ വിളിച്ചപ്പോൾ ഇസബെല്ലയും അവരുടെ കൂടെയുള്ള ആളുകളും ഒന്ന് പുഞ്ചിരിച്ചു തുടങ്ങി. ഈ സമയത്ത് കെവിൻ വെയിലോനോട് വീണ്ടും ചോദിച്ചു, മിസ്റ്റർ വെയിലോ, എന്തു പറയുന്നു? ഇപ്പോ നിങ്ങൾ ഈ ഫോർമുല ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം. അത് കേട്ട ഹെയ്സൽ കെവിനോട് പറഞ്ഞു, അങ്കിൾ കെവിൻ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ ആ ഫോർമുല നിങ്ങൾക്ക് നൽകില്ല. ഈ ജെയ് ഓയിൻമെന്റ് ഒരു ബോട്ടിൽ പോലും വിൽക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ ആ ഫോർമുല നിങ്ങൾക്ക് നൽകില്ല. ശരിക്കും വ്യക്തമായിട്ട് തന്നെ ഹെയ്സൽ അവരുടെ അഭിപ്രായം അങ്ങനെ പങ്കുവച്ചപ്പോൾ സോഫിയും ഇസബെല്ലയും ഓവനും ഒക്കെ ദേഷ്യത്തോടെ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ പറഞ്ഞു നിർന്നതും അനവധി വാഹനങ്ങളുടെ ഒരു നിര പിന്നെയും ഒഴുകി വരികയാണ്. ഈ പ്രാവശ്യം അങ്ങോട്ടേക്ക് വന്നത് ഔദ്യോഗിക വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ ആളുകൾ ഇറക്കിയിട്ട് ഷോപ്പിംഗ് മാളിലെ ആ പാർക്കിംഗ് ലോട്ടിലോട്ട് നീങ്ങുമ്പോൾ ഒരു നിര ഉദ്യോഗസ്ഥർ ഹെയ്സലിനെതിരെ നടന്നു വരികയാണ്. ഏറ്റവും മുന്നിൽ നടന്നു വന്ന ഉദ്യോഗസ്ഥൻ ഉറക്കെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, ആരാ ഈ ലങ്കാസ്റ്റർ മെഡിക്കൽസിന്റെ? അത് കേട്ടതും ഹെയ്സൽ പറഞ്ഞു, സർ, ഞാനാണ്. ഓക്കെ, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ഹെയ്സൽ എന്നാണ്. ഹെയ്സൽ ലങ്കാസ്റ്റർ. മിസ് ഹെയ്സൽ ലങ്കാസ്റ്റർ, ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിരിക്കുകയാണ്. ഞാൻ മെഡിക്കൽ ബോർഡിലെ ഡയറക്ടറാണ്. എന്റെ പേര് സാക്ക്.
സ്റ്റോണിയിലെ മെഡിക്കൽ ബോർഡിന്റെ ഡയറക്ടർ സാക്ക് രംഗത്ത് വന്നതോടുകൂടി പെട്ടെന്ന് അവിടെ അന്തരീക്ഷം ആകെ മാറുകയാണ്. സാക്കിനൊപ്പം ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ട്. സാക്ക് പറഞ്ഞത് കേട്ടപ്പോൾ വെയിലോണും ഹെയ്സലും ഒക്കെ ഒന്ന് പതറിയിട്ടുണ്ട്. വെയിലോൺ സാക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഡയറക്ടർ, ദയവായി ഞങ്ങൾ പറയുന്നത് കേൾക്കണം. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞങ്ങൾക്ക് നിങ്ങളുടെ മരുന്നിനെ കുറിച്ച് ഒരു പരാതി കിട്ടി. ആ പരാതി ഞങ്ങൾ പരിശോധിച്ചു. ആ പരാതി ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വിൽക്കുന്ന മരുന്ന് ഒരു കാരണവശാലും മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നിങ്ങൾ കാരണം ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വെയിലോണിനോട് അങ്ങനെ പറഞ്ഞിട്ട് സാക്ക് ഉറക്കെ വെയിലോണിനോട് ചോദിച്ചു, മിസ്റ്റർ വെയിലോൺ, ആരാ ഈ മരുന്നുണ്ടാക്കിയത്? അയാളാണ് കുറ്റവാളി. ആരാണ് ജോയ് ഡ്യൂ ഓയിൻമെന്റ് സൃഷ്ടാവെന്ന് സാക്ക് ചോദിച്ചതും ഇസബല്ല ഡെസ്റ്റിനെ ചൂണ്ടി സാക്കിനോട് പറഞ്ഞു, ഓഫീസർ, ദോ ആ നിൽക്കുന്ന മനുഷ്യനാണ് ഈ ഓയിൻമെന്റ് ഉണ്ടാക്കിയത്. അയാൾ തികഞ്ഞ ക്രിമിനലാണ്. അയാൾ അറസ്റ്റ് ചെയ്യണം സാർ. ഇസബല്ല ഡെസ്റ്റിന് നേരെ വിരൽ ചൂണ്ടി അങ്ങനെ പറഞ്ഞപ്പോ സാക്ക് ഡെസ്റ്റിന് നേരെ നോക്കി ഡെസ്റ്റിനോട് പറഞ്ഞു, ഏയ് നീ ഇങ്ങോട്ട് വാ. ഡെസ്റ്റിനോട് മുന്നോട്ട് വരാനായി സാക്ക് പറഞ്ഞതും ഡെസ്റ്റിന്റെ മുന്നിലേക്ക് ഹെയ്സൽ കയറി നിന്നിട്ട് സാക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഓഫീസർ, ഈ ജെയ് ഡ്യൂ ഓയിൻമെന്റിന്റെ സകല ചുമതലയും എനിക്കാണ്. ഇതുമായി ബന്ധിപ്പിച്ച് അങ്ങേക്ക് എന്തെങ്കിലും കുറ്റം ആരോപിക്കാനുണ്ടെങ്കിൽ ആ കുറ്റം ആരോപിക്കേണ്ടത് എന്റെ നേരെയാണ്. ഹെയ്സൽ അങ്ങനെ പറഞ്ഞതും ഇസബല്ല ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, എങ്ങോട്ടോ കിടക്കുന്ന ഒരുത്തിനു വേണ്ടി നീ എന്തിനാ നിന്റെ ജീവൻ ബലിയർപ്പിക്കുന്നത്? അവൻ ജയിലിലാവണമെങ്കിൽ ആകട്ടെ, നീ എന്തിനാ ഡസ്റ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അത് കേട്ടതും ഹെയ്സൽ ഇസബല്ലയോട് പറഞ്ഞു, ഇസബല്ല, നന്ദികേട് കാണിക്കാൻ ഞാൻ ടോർബി കുടുംബത്തിലെ അംഗമൊന്നുമല്ല. ഞാൻ ലങ്കാസ്റ്ററിലെ അംഗമാണ്. ഇസബല്ലയുടെ മുഖം അടച്ചുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഹെയ്സൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇസബല്ലയും ടോർബി കുടുംബവും ഡസ്റ്റിനോട് കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും നന്ദികേടാണ്. അങ്ങനെ തന്നെ ഹെയ്സലും കാണിച്ചാൽ ഹെയ്സലും ടോർബി കുടുംബവും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? ഹെയ്സൽ അങ്ങനെ പറഞ്ഞിട്ട് സാക്കിന് നേരെ തിരിഞ്ഞ് സാക്കിനോടായി പറഞ്ഞു, ഓഫീസർ, ഈ മരുന്നുമായി ബന്ധിപ്പിച്ച് എന്ത് പ്രശ്നം അങ്ങേക്ക് തോന്നുകയാണെങ്കിലും നടപടി എടുക്കേണ്ടത് എനിക്ക് നേരെയാണ്. ഞാൻ അതിന് പൂർണ്ണമായി അർഹയാണ്. ഹെയ്സൽ ലങ്കാസ്റ്റർ അവളുടെ അഭിപ്രായം വ്യക്തമാക്കിയതും ഓഫീസർ ഹെയ്സലിനോട് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾക്ക് ഇന്നയാള് എന്നൊന്നുമില്ല. ആരാണോ ഈ മരുന്നിന്റെ ഉത്തരവാദി ആ ആളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഓഫീസർ സാക്ക് അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഈ ലേഡിയെ അറസ്റ്റ് ചെയ്യൂ. കേൾക്കേണ്ട താമസം മെഡിക്കൽ ബോർഡിന്റെ ഭാഗമായി അവിടെ എത്തിയ ഓഫീസേഴ്സ് ഹെയ്സലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് നടന്നതും ഡസൻ ഉറക്കെ സാക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഓഫീസർ, സ്റ്റോപ്പ്. നിങ്ങളെന്താ നിയമം കയ്യിലെടുക്കാൻ പോവുകയാണ്? അങ്ങനെ സാക്ക് ചോദിച്ചതും ഡസൻ സാക്കിനോട് ചോദിച്ചു, മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ മെഡിക്കൽ ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്? അതെ, ഞാൻ മെഡിക്കൽ ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, മെഡിക്കൽ ബോർഡിലെ ഉദ്യോഗസ്ഥന് മരുന്നുമായി ബന്ധിപ്പിച്ച എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടാൽ ആ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, ശരിയല്ലേ? അതെ, അങ്ങനെയാണ്. റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമല്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ? പെട്ടെന്നുള്ള ഡസ്റ്റിന്റെ ചോദ്യം കേട്ടപ്പോൾ സാക്ക് ഒന്ന് പതറി. മെഡിക്കൽ ബോർഡിന് ചെയ്യാൻ കഴിയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. തെറ്റ് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുക, ഫാക്ടറി സീൽ ചെയ്യുക. അതിനപ്പുറത്ത് ഫാക്ടറി ജീവനക്കാരെയോ അതിന്റെ ഉടമകളെയോ അറസ്റ്റ് ചെയ്യാൻ ഒരു അധികാരവും മെഡിക്കൽ ബോർഡിനില്ല. അത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ടീമിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. മെഡിക്കൽ ബോർഡിന് അതിനകത്ത് ഒരു റോളുമില്ല. ഡസൻ ചോദിച്ച ചോദ്യം കേട്ടതും വെയിലോൺ ഉറക്കെ സാക്കിനോട് പറഞ്ഞു, അതെ അതെ മിസ്റ്റർ ഓഫീസർ, നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ? എന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ? വാറണ്ടൊന്നും ഇല്ല, പക്ഷെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ ഓഫീസർ, ഡസൻ ചൂടായിട്ട് സാക്കിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. ഡസൻ ശക്തമായി അങ്ങനെ പറഞ്ഞതും കെവിനും സോഫിയും ഉറക്കെ ഓഫീസറോട് പറഞ്ഞു, ഓഫീസർ, ഇവര് പറയുന്നത് കേൾക്കണ്ട. ഓഫീസർ, നിങ്ങൾ അറസ്റ്റ് ചെയ്യണം അവരെ. കെവിനും സോഫിയും ഹെയ്സലിനെ അറസ്റ്റ് ചെയ്യാൻ സാക്കിനെ നിർബന്ധിച്ചതും സാക്ക് ഏതാണ്ട് പെട്ടതുപോലെയായി. ആ നിമിഷത്തിൽ പെട്ടെന്ന് സാക്കിനോടായി മറ്റൊരാള് ഒരു ചോദ്യം ചോദിച്ചു, ഹലോ ഓഫീസർ, നിങ്ങൾക്ക് ഇല്ലാത്ത അധികാരം നിങ്ങൾ എന്തിനാ ഇവിടെ ഉപയോഗിക്കുന്നത്? ശബ്ദം കേട്ട ഭാഗത്തേക്ക് സാക്ക് തിരിയുമ്പോൾ ഡസൻ റൈസിന്റെ പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടതും സാക്ക് ശരിക്കും വിളറിയെന്ന് പറയാം. സുമുഖനായ ആ ചെറുപ്പക്കാരന്റെ പുറകെ അയാളുടെ ബോഡി ഗാർഡ് അന്നയുണ്ട്. അന്നയ്ക്കൊപ്പം വേറെയും ആളുകളുണ്ട്. സിംസൺ സാംസൺ തോംസനെ കണ്ട ഓഫീസർ സാക്ക് അറിയാതെ ചോദിച്ചു പോവുകയാണ്, മിസ്റ്റർ തോംസൺ, അങ്ങിവിടെ?
മിസ്റ്റർ സാക്ക്, നിങ്ങൾക്ക് ഈ ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? സാക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ തോംസൺ ആ ചോദ്യം ചോദിച്ചപ്പോൾ സാക്ക് ശരിക്കും വിളറി. സാക്ക് തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ മിസ്റ്റർ തോംസൺ ഞാൻ അങ്ങനെ മിസ്റ്റർ സാക്ക്, ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈമിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ മെഡിക്കൽ ബോർഡിലെ ആളുകൾക്ക് അധികാരമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. തോംസന്റെ ആ ചോദ്യം ശരിക്കും വ്യക്തമാണ്. അവിടെ കൂടി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ആൾക്കൂട്ടത്തിനും ടോർബിയിലെയും അതുപോലെ സ്ട്രാറ്റ്ഫോർഡിലെയും കുടുംബങ്ങൾക്കും ഒക്കെ ആ ചോദ്യം വ്യക്തമാണ്. ചോദ്യം കേട്ടതും ഓഫീസർ സാക്ക് തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ ക്ഷമിക്കണം, എനിക്ക് ആ അധികാരമില്ല. ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് നടിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ ഒരു അറസ്റ്റ് നടത്താൻ ശ്രമിച്ചത്? തോംസൺ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. മിസ്റ്റർ തോംസൺ പ്ലീസ് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. സാക്ക്, നിങ്ങളിവിടെ പറയുന്നത് കേട്ടു, ജെ ഡ്യൂ ഓയിൻമെന്റ് നല്ല മരുന്നല്ല, നിയമവരികൾ പാലിക്കാതെയാണ് ആ മരുന്ന് ഉണ്ടാക്കിയെന്നൊക്കെ. നിങ്ങൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സാക്കിനോടുള്ള തോംസന്റെ ചോദ്യം കേട്ടതും സാക്ക് തോംസനോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ അങ്ങനെയാണ് പരാതി, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മിസ്റ്റർ സാക്ക്, ഈ ജെ ഡ്യൂ ഓയിൻമെന്റ് ആരാ നിർമ്മിച്ചതെന്ന് അറിയാവോ? അങ്ങനെ ചോദിച്ചിട്ട് അമ്പലം നിൽക്കുന്ന സാക്കിനോടായി തോംസൺ പറഞ്ഞു, ഈ ഓയിൻമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങൾ തോംസൺ കുടുംബക്കാരാണ്. തോംസൺ കുടുംബക്കാരാണ് ജെ ഡ്യൂ ഓയിൻമെന്റ് നിർമ്മിച്ചെന്ന് കേട്ടതും സാക്കിന്റെ കാൽമുട്ടുകൾ കൂട്ടി ഇടിച്ചു തുടങ്ങി. സ്റ്റോണിയയിലെ 70% മരുന്ന് മാർക്കറ്റും കൺട്രോൾ ചെയ്യുന്ന തോംസൺ കുടുംബം അൺബിലീവബിൾ ആയിട്ടുള്ള സ്വാധീനമുള്ള ആളുകളാണ്. അവരുടെ ആളുകളാണ് മെഡിക്കൽ ബോർഡിന്റെ ഡയറക്ടറും അതിനകത്തുള്ള ബാക്കി മെമ്പേഴ്സും ഒക്കെ. ഒരു ചെറിയ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഓഫീസർ സാക്ക്. അയാളുടെ മുകളിലുള്ള ഹയർ ഒഫീഷ്യൽസ് ഒക്കെയും തോംസന്റെ ആളുകളാണ്. തോംസൺ ഒരു വാക്ക് പറഞ്ഞാൽ സാക്ക് ആ ജോലിയിൽ നിന്ന് ആ നിമിഷം പുറത്താകും. അക്കാര്യം സാക്കിന് അറിയാം. തോംസൺ കുടുംബത്തിന്റെ ഉൽപ്പന്നത്തെയാണ് താൻ കയറി തൊട്ടതെന്ന് അറിഞ്ഞ ആ നിമിഷത്തിൽ സാക്ക് മാത്രമല്ല, സാക്കിനൊപ്പമുള്ള ആ മെഡിക്കൽ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശരിക്കും പരുങ്ങിയിട്ടുണ്ട്. സിംസൺ സാമുവൽ തോംസൺ രംഗത്ത് എത്തിയോടുകൂടി തന്നെ മെഡിക്കൽ ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ശരിക്കും പുറകോട്ട് മാറിയിരുന്നു. കഥ മാറുകയാണെന്ന് അവർക്ക് ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് അവർ മാറിയത്. സാക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി മെമ്പേഴ്സൊക്കെ ശരിക്കും പുറകോട്ട് മാറിയിരിക്കുകയാണ്. പതറിയ സാക്കിനോടായി തോംസൺ ഒരു കാര്യം കൂടി ചോദിച്ചു, മിസ്റ്റർ സാക്ക്, നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ജെ ഡ്യൂ ഓയിൻമെന്റ് ഒരു നിലവാരമില്ലാത്ത മരുന്നാണെന്ന്? മിസ്റ്റർ തോംസൺ, ഒരിക്കലുമില്ല, അത് നല്ല നിലവാരമുള്ള മരുന്നാണ്. ആരാ പറഞ്ഞ നിലവാരമില്ലാത്ത മരുന്നാണെന്ന്? ശരിക്കും അത് നിലവാരമുള്ള മരുന്നാണ്. ഒരു നിമിഷം കൊണ്ട് സാക്ക് അയാളുടെ അഭിപ്രായം പൂർണ്ണമായും മാറ്റുകയാണ്. ഓവനും സോഫിയും ഏതാണ്ട് നിശബ്ദരായി നിൽക്കുകയാണ്. തോംസൺ കുടുംബത്തിലെ ആ സിംസൺ സാമുവൽ തോംസൺ രംഗത്ത് വന്ന ആ നിമിഷം മുതൽ സ്ട്രാറ്റ്ഫോർഡും ടോർബിയും ഏതാണ്ട് നിശ്ചലരായി നിൽക്കുകയാണ്. അവർക്ക് തൊടാൻ കഴിയുന്ന കക്ഷികളല്ല ഈ തോംസൺ കുടുംബം, അത് അവർക്കറിയാം. നിശബ്ദര ആ ടീം അങ്ങ് നിൽക്കുമ്പോഴാണ് സാക്ക് ആ അഭിപ്രായം പറഞ്ഞത്. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ മാളിന് മുന്നിൽ ഒരു റോള് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ മാത്രം ഇപ്പോ ആകെ ഞെട്ടി നിൽക്കുകയാണ്. സ്ട്രാറ്റ്ഫോർഡുകാരും ടോർബിക്കാരും നിശബ്ദരായി നിൽക്കുന്ന കണ്ടതും ആ ചെറുപ്പക്കാരൻ ഓഫീസർ സാക്കിനോട് പറഞ്ഞു, ഹലോ ഓഫീസർ, നിങ്ങൾ എന്തിനായി മടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ ഇയാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നവരുള്ള കാര്യങ്ങൾ ചെയ്യിക്കേണ്ടത് ആ ചെറുപ്പക്കാരനാണെന്ന് ചെറുപ്പക്കാരൻ അറിയാം. ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും സാക്ക് ദേഷ്യത്തോടെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് പക്ഷം മാറുകയാണ്. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും സാക്ക് കൈ നിവർത്തി ചെറുപ്പക്കാരൻ ഒരു അറ്റിയാടി. അനാവശ്യം പറയുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തിയാൽ നിനക്ക് എന്ത് സംഭവിക്കും നിനക്ക് അറിയാമോ? അടി കൊടുത്തിട്ട് സാക്ക് അങ്ങനെ ചോദിച്ചതും ആ ചെറുപ്പക്കാരൻ അമ്പരപ്പോടെ കെവിനെയും സോഫിയും നോക്കി. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ടാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും നിശബ്ദരായി നിൽക്കുകയാണ്. അവർ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ചെറുപ്പക്കാരന് തോന്നിയ നിമിഷത്തിൽ പെട്ടെന്ന് അവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കെവിൻ ആ ഓഫീസറോട് പറഞ്ഞു, മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ മരിച്ചുപോയ ഒരാളുടെ മകനെയാണ് പരസ്യമായി തല്ലിയത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ചാനലുകാർ മുഴുവൻ നിൽക്കുകയാണ്. അവർ നിങ്ങളുടെ ഈ ചെയ്തി രേഖപ്പെടുത്തുകയാണ്. അത് കേട്ടതും സിംസൺ ആ ചാനലുകാരെയും മാധ്യമപ്രവർത്തകരെയും നോക്കി. അതിനുശേഷം കെവിനോട് പറഞ്ഞു, മിസ്റ്റർ കെവിൻ, ഈ നിൽക്കുന്ന ആളുകൾ തെറ്റായിട്ട് ഒരു വാർത്ത ഈ സംഭവത്തെക്കുറിച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയാം. വളരെ വ്യക്തമാണ് സിംസന്റെ അഭിപ്രായം. അവിടെ നടന്ന സംഭവത്തെ തെറ്റായ ശൈലിയിൽ ഏതെങ്കിലും ചാനലുകാരോ മാധ്യമ പ്രവർത്തകരോ റിപ്പോർട്ട് ചെയ്താൽ പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം. അവർ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന്
തോംസൺ പറയാതെ പറയുകയാണ്. ശരിക്കും ഒരു ഭീഷണി അവിടെ ഉണ്ടെന്നർത്ഥം. അത് കേട്ടതും കെവിൻ ഉറക്കെ തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണോ? മിസ്റ്റർ കെവിൻ, ഞാൻ ഈ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തില്ല. പക്ഷേ തെറ്റായ വാർത്ത അവർ കൊടുത്താൽ അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. അങ്ങനെ കെവിനോട് പറഞ്ഞിട്ട് തോംസൺ അന്നയെ ഒന്ന് നോക്കി. അന്നയെ തോംസൺ നോക്കിയതും അന്ന ഒരു ഫയൽ പുറത്തേക്ക് എടുത്തു. ശരിക്കും അത്രയും നേരം അന്ന ഒരു ഫയലുമായി അവിടെ നിൽക്കുകയായിരുന്നു. അവൾ ആ ഫയൽ ബോർഡ് തുറന്നു. അതിനകത്തുനിന്ന് അവൾ ഒരു ഡോക്യുമെന്റ് പുറത്തേക്കെടുത്ത് ചാനലുകാരെ മുഴുവൻ കാണിച്ചു. ചാനലുകാരെ ആ ഡോക്യുമെന്റ് കാണിച്ചുകൊണ്ട് അന്ന പറഞ്ഞു, ഇത് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, ഫുൾ റിപ്പോർട്ടാണ്. നേരത്തെ ആ മരിച്ച വ്യക്തിയുടെ മകൻ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചിരുന്നു. ഇപ്പൊ ഇതാ അന്ന വേറെ റിപ്പോർട്ട് കാണിക്കുകയാണ്. റിപ്പോർട്ടിന്റെ താഴെ കൃത്യമായിട്ടും ഒപ്പിടേണ്ട ആളുകൾ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ശരിക്കും ഒറിജിനൽ ഡോക്യുമെന്റ് അന്ന കാണിക്കുകയാണ്. ആ റിപ്പോർട്ട് ചാനലുകളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ആ റിപ്പോർട്ട് ചാനൽ പ്രവർത്തകർ ഉറക്കെ വായിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് വിഷം ഉള്ളിൽ ചെന്നാണ്. നേരത്തെ ആ മരിച്ച മനുഷ്യന്റെ മകൻ പറഞ്ഞതും അത് തന്നെയാണ്. വിഷബാധ ഏറ്റാണ് അവന്റെ അച്ഛൻ മരിച്ചത്. ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുറച്ചുകൂടി വ്യക്തമാണ്. വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണ് ആ മനുഷ്യൻ മരിച്ചതെന്ന് അന്ന പറഞ്ഞിട്ട് അന്ന ചാനലുകാരോട് പറഞ്ഞു, ഈ മനുഷ്യൻ മരിച്ചത് ദാ ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ്. വളരെ പ്രസിദ്ധമായ ഒരു വിഷത്തിന്റെ പേര് സകല ക്യാമറകൾക്ക് കാണത്തക്ക രീതിയിൽ അന്ന ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ആ വിഷത്തിന്റെ പേര് സകലരും അറിയിച്ചതിന് ശേഷം അന്ന ജെ ഡ്യൂ ഓയിൻമെന്റിലെ ചേരുവകളുടെ ലിസ്റ്റ് ആ ചാനലുകളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ആ ചേരുവകളിൽ ഒന്നും തന്നെ നേരത്തെ പറഞ്ഞ വിഷമില്ല. ജെ ഡ്യൂ ഓയിൻമെന്റിന്റെ ഭാഗമല്ലാത്ത ഒരു സംഭവം മരിച്ച മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ കടന്നിരിക്കുന്നു. ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിൽ ഇല്ലാത്തൊരു ഘടകം ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിന്റെ ഫലമായി അയാൾ മരിക്കുകയും ചെയ്താൽ ഈ ഡ്യൂ ഓയിൻമെന്റിന് എങ്ങനെ കുറ്റമുണ്ടാകും? അതാണ് അന്ന ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമാണ്. അന്ന എല്ലാ മാധ്യമപ്രവർത്തകരെ നോക്കി അവരോടായി പറഞ്ഞു, ഇപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഈ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് ഓയിൻമെന്റിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ടല്ല, ഓയിൻമെന്റ് കൊണ്ടേ അല്ല. പക്ഷെ അയാളുടെ ശരീരത്തിൽ വിഷം കടന്നിട്ടുണ്ട്. സ്വാഭാവികമായി നിങ്ങൾക്കൊക്കെ സംശയം വരും, എങ്ങനെ ആ വിഷം ആ മനുഷ്യന്റെ ശരീരത്തിൽ കടന്നു വന്നു? ഞങ്ങൾക്കും ആ സംശയം തോന്നി. ഞങ്ങൾ ഇയാളുടെ വീട് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടി. ആ ഡോക്യുമെന്റുകളുടെ കൂട്ടത്തിൽ ദാ ഇതുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഫയലിൽ നിന്ന് ഒരു ബിൽ കോപ്പി അന്ന ചാനലുകാരെ കാണിച്ചു. ഒരു പോയിസൺ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. പോയിസൺ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വിഷം പർച്ചേസ് ചെയ്യുമ്പോൾ ആര് പറഞ്ഞിട്ടാണ്, ഏത് ഡോക്ടർ പറഞ്ഞിട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി മെഡിക്കൽ ഷോപ്പിൽ അറിയിക്കണം. ആ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടാണ് ഒരാൾ അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പർച്ചേസ് ചെയ്ത ആളുടെ പേര് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേര് അന്ന ചാനലുകളെയും മാധ്യമപ്രവർത്തകരെയൊക്കെ കാണിച്ചു. എല്ലാവരും ആ പേര് കുറിച്ചെടുത്തു. പേര് അതുപോലെ തന്നെ ചാനലുകൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ആ പ്രക്രിയ കഴിഞ്ഞതും അന്ന അവരോട് ചോദിച്ചു, ഈ പേര് ആരുടെ പേരാണെന്ന് അറിയാവൂ? സകലരും അറിയാനുള്ള കൗതുകത്തോടി അന്നെ നോക്കിയതും അന്ന ആ മരിച്ച മനുഷ്യന്റെ മകനെ ചൂണ്ടി അവരോട് പറഞ്ഞു, ദാ ഇയാളുടെ പേരാണ് മിസ്റ്റർ ക്ലമന്റ്. ക്ലമന്റ് എന്ന പേരിൽ ഒരാളാണ് ആ മരുന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ക്ലമന്റിന്റെ പേര് മാത്രമല്ല, ക്ലമന്റിന്റെ വീട്ടഡ്രസ്സും ആ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലമന്റ് ആണ് ആ വിഷം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആ വിഷമാണ് ക്ലമന്റിന്റെ അച്ഛന്റെ ശരീരത്തിൽ കടന്നിരിക്കുന്നത്. കഥ ആകെ മാറി മറിയുന്നത് കണ്ടതും ക്ലമന്റ് ശരിക്കും ഒന്ന് വിയർത്തു. അയാൾ ദേഷ്യപ്പെട്ട് അന്നയോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളതാ ആളെ കളിയാക്കിയാണോ? എന്റെ പേരിൽ ഇപ്പൊ കുറ്റം ആരോപിക്കുന്നു. അത് കേട്ടതും അന്ന ആ ചെറുപ്പക്കാരനെ കോളർ തൂക്കി ഇങ്ങനെ പോക്കി. അതിനുശേഷം അന്ന അയാളുടെ പോക്കറ്റിൽ ഒന്ന് തപ്പി നോക്കിയാണ്. ശരിക്കും അയാളുടെ വായു നിൽക്കുകയാണ്. വായു ഇടത് കൈ കൊണ്ട് അയാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അന്ന വലത് കൈ കൊണ്ട് അയാളുടെ കോട്ടിന്റെ പോക്കറ്റ് തപ്പിയിട്ട് ആ കോട്ടിനകത്തുനിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു. ആ സാധനങ്ങൾ അന്ന ചാനലുകാരെ കാണിച്ചു. ക്ലമന്റിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ അന്നയ്ക്കും ടീമിനും അവിടെ നിന്ന് ബില്ലിന്റെ കോപ്പിയോ മരുന്നിന്റെ ബാക്കിയോ ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അവർക്ക് മെഡിക്കൽ സ്റ്റോർ മനസ്സിലായതുകൊണ്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ ബില്ലിന്റെ കാർബൺ കോപ്പി അവർ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ആ കാർബൺ കോപ്പിയുടെ ഒറിജിനൽ ബില്ലാണ് ഇപ്പോ ക്ലമന്റിന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ബില്ല് മാത്രമല്ല, പോയിസൺ കവറും ആ കുപ്പിയൊക്കെ അതുപോലെ തന്നെ അവന്റെ കയ്യിലുണ്ട്.
അവനത് നശിപ്പിച്ചു കളയാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ആ ചെറുപ്പക്കാരൻ ആകെ പെട്ടതുപോലെയായി. അന്ന അവനെ താഴെ നിർത്തിയപ്പോൾ പ്രതീക്ഷയോടുകൂടി കെവിനെയും സോഫിയും ഓവനെയൊക്കെ നോക്കുന്നുണ്ടതും ഓവൻ ഓടി വന്ന് കൈ നിവർത്തി ഒരൊറ്റയാടി. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞങ്ങൾ ആരും ധരിച്ചിരുന്നില്ല. ഒരു പാവപ്പെട്ടവനല്ലേന്ന് കരുതി ഞങ്ങൾ അനുകൂലമായി സംസാരിച്ചപ്പോ നീ നിന്റെ അച്ഛനെ തന്നെ കൊന്ന ആളാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. സാർ 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 നിന്റെ നാക്കിനെ ഉയർന്നാൽ നിന്നെ ഞാൻ കൊല്ലും. ഓവൻ വീണ്ടും അവന്റെ കവളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവൻ പറയാൻ പോയത് സാർ സാറ് പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തതെന്നാണ്. വൻതുക ഓഫർ ചെയ്തിട്ടാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഓവൻ ക്ലമന്റെ കവളിൽ ആഞ്ഞടിച്ചതും അന്ന പത്രക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്റ്റർ ക്ലമന്റിൽ സംശയം തോന്നാനുള്ള കാരണം ഇയാൾ എടുത്ത ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. വൻ പ്രീമിയം കൊടുത്ത് ഇയാൾ ഒരു പോളിസി എടുത്തിരുന്നു. നോമിനി അയാളാണ്. പോളിസി എടുത്തിരിക്കുന്നത് അയാളുടെ അച്ഛന്റെ പേരിലാണ്. ശരിക്കും അഡീഷണൽ പ്രീമിയം അടച്ചാണ് ഇയാൾ ആ പോളിസി എടുത്തിരിക്കുന്നത്. പോളിസി എടുത്ത നിമിഷം മുതൽ ലൈഫ് കവർ ചെയ്യത്തക്ക ശൈലിയിലുള്ള പ്രീമിയമാണ് അയാൾ അടച്ചിരിക്കുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലമന്റ് ചെയ്തത്. പണം ഉണ്ടാക്കാനായി സ്വന്തം അച്ഛനെ കൊല്ലാനുള്ള ഒരു പരിപാടിക്ക് അയാൾ കൂട്ടുനിന്നാണെന്ന് അർത്ഥം. കാര്യങ്ങൾ വ്യക്തമായതും ഓഫീസർ സാക്കിന്റെ നിർദ്ദേശപ്രകാരം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ആളുകൾ അവിടെ എത്തി. അവർ ക്ലമന്റിനെയും ക്ലമന്റെ കൂട്ടാളികളെയും ആ നിമിഷം തന്നെ അവിടെ നിന്ന് പോക്കി. അതിവേഗം ക്ലമന്റുമായി ബന്ധപ്പെട്ട ആളുകളേക്ക് അവിടെ നിന്ന് മാറ്റപ്പെട്ടു. അവരെയും കടന്നുപോയതും ഇസബല്ല ഹെയ്സലിനോട് പറഞ്ഞു, മിസ് ഹെയ്സൽ, നീ കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്തു. നിനക്ക് അതിന് സഹായകമായത് മിസ് തോംസണാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഉൽപ്പന്നത്തെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റില്ല. അത് കേട്ടതും ഹെയ്സൽ ഇസബല്ലയോട് പറഞ്ഞു, മിസ് ഇസബല്ല, എനിക്ക് നിങ്ങളുമായി മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല. ഞങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാൻ ഞങ്ങൾ ഞങ്ങളുടേതായ ശൈലി ഉപയോഗിക്കുന്നു മാത്രം. ഹേയ് ഹെയ്സൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ഉൽപ്പന്നം വെച്ച് നീ ഞങ്ങളുമായി മത്സരിക്കും. ഹെയ്സലിനെ ചൂട് പിടിപ്പിക്കത്തക്ക ശൈലിയിൽ ഇസബല്ല ഒരു കളി മുന്നോട്ട് വയ്ക്കുകയാണ്. പതുക്കെ പതുക്കെ ഇസബല്ല ഹെയ്സലിനെ ഒരു കോർണറിൽ എത്തിച്ചു. ശരിക്കും ഒരു മത്സരത്തിലേക്ക് ഇസബല്ല ഹെയ്സലിനെ എത്തിക്കുകയായിരുന്നു. അന്നേ ദിവസം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ആരുടേത് വിറ്റുപോകുന്നു അവരായിരിക്കും ആ മത്സരത്തിലെ വിജയി. അതാണ് അവസാനം അവരെത്തിച്ചേർന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഹെയ്സലിന്റെ ഉൽപ്പന്നം ടോർബി സ്റ്റാറ്റ്ഫോർഡ് ഉൽപ്പന്നത്തെ മറികടന്നാൽ ആ നിമിഷം മുതൽ ടോർബിയും സ്റ്റാറ്റ്ഫോർഡും അവരുടെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് പൂർണ്ണമായി നിർത്തിവെക്കും. പിന്നീട് അവർ ആ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യില്ല. അതുമാത്രമല്ല, ആ ഉൽപ്പന്നത്തിന്റെ ഫോർമുല അവർ ഹെയ്സലിന് കൊടുക്കുകയും ചെയ്യും. ഹെയ്സലിന്റെ ഉൽപ്പന്നത്തെക്കാൾ സ്റ്റാറ്റ്ഫോർഡ് ടോർബി കുടുംബത്തിന്റെ ഉൽപ്പന്നം വിൽക്കപ്പെടുകയാണെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ തിരിച്ചാവും. ഹെയ്സലിന് അതോടുകൂടി മാർക്കറ്റ് പൂർണ്ണമായും നഷ്ടമാകും. ഹെയ്സലിനെ ചൂട് പിടിപ്പിച്ച് ആ ശൈലിയിലേക്ക് എത്തിക്കുന്നതിൽ ആത്യന്തികമായി ഇസബല്ല വിജയിച്ചു എന്ന് പറയാം. ഇസബല്ലൻ ടീമും അവിടെ എത്തിയത് വ്യക്തമായ ഒരു ബി പ്ലാനുമായിട്ടാണ്. എ പ്ലാൻ നേരത്തെയുള്ള ആ നാടകം, ബി പ്ലാൻ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇസബല്ല പറഞ്ഞ കാര്യം സമ്മതിക്കണമോ വേണ്ടയോ എന്ന് ഹെയ്സൽ ഒന്ന് ആലോചിക്കുമ്പോൾ വെയിലോൺ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, നമുക്ക് ഈ മത്സരം വേണ്ട. സ്റ്റാറ്റ്ഫോർഡും അതുപോലെ ടോബിയും ലങ്കാസ്റ്ററിനേക്കാൾ ശക്തരായ കുടുംബങ്ങളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ കണക്ഷൻസ് വളരെ വലുതാണ്. അതുമാത്രമല്ല, സ്റ്റാറ്റ്ഫോർഡും ടോർബിയും ചേർന്ന് റീജുവിനേഷൻ പില്ല് ഇറക്കിയിട്ട് ഏകദേശം ഒരു 3-4 ദിവസമായി. ഇപ്പോൾ മാർക്കറ്റിൽ പലർക്കും അതറിയാം. ആർമിയുടെ വൻ ഓർഡർ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസത്തെ വിൽപ്പന ഒരു മത്സരമാക്കി മാറ്റിയാൽ സ്റ്റാറ്റ്ഫോർഡ് ടോർബി സംയുക്ത സംരംഭം ഹെയ്സലിന്റെ ആ ഉൽപ്പന്നത്തെ മറികടക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് വെയിലോൺ ഹെയ്സലിനെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോ ഡസൻ റൈസ് ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, നീ സമ്മതിച്ചു, നമുക്ക് എന്തായാലും ഒരു മത്സരം അനിവാര്യമാണ്. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞതും ഹെയ്സൽ തോംസണെതിരെ നോക്കി. ഹെയ്സലും ഡസൻ റൈസും തോംസണും ചേർന്നുള്ള പാർട്ട്ണർഷിപ്പ് ആണല്ലോ ഈ ബിസിനസ് എന്ന് പറയുന്നത്. പാർട്ട് നമ്പർ 2 ഡസൻ റൈസ് ഏതായാലും മത്സരത്തിന് റെഡിയാണ്. ഹെയ്സൽ തോംസണെതിരെ നോക്കുന്നുണ്ടതും തോംസൺ ഹെയ്സലോട് പറഞ്ഞു, ഡസ്റ്റിനാണ് ഈ മരുന്നിന്റെ ഫോർമുല തയ്യാറാക്കിയത്. ഡസ്റ്റിന് ശരിക്കും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഡസ്റ്റിൻ മത്സരിക്കാൻ ഹെയ്സലോട് പറഞ്ഞത്. നമുക്ക് മത്സരിക്കാം. ഇനി നമ്മൾ പരാജയപ്പെട്ടാലും സാരമില്ല. തോംസൺ കുടുംബത്തിന്റെ സിംസൺ സാമുവൽ തോംസൺ അയാളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കി. ഡസ്റ്റിൻ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ തോംസൺ റെഡിയാണ്. പാർട്ട്നേഴ്സായ ഡസ്റ്റിനും സിംസൺ തോംസണും അംഗീകരിച്ചതും ഹെയ്സൽ ഇസബലയോട് പറഞ്ഞു, ഇസബല്ല, ഞാൻ റെഡിയാണ്. ഈ സമയം മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് മത്സരം. ഇതിനിടയിൽ ആരുടെ പ്രൊഡക്റ്റ് ആണോ കൂടുതൽ വിൽക്കുന്നത് അവരായിരിക്കും വിജയികൾ. ലങ്കാസ്റ്ററുകാരുടെ ആ മാളിൽ നിന്ന് ഏകദേശം ഒരു 150-200 മീറ്റർ മാറിയാണ് സ്റ്റാറ്റ്ഫോർഡിന്റെയും അതുപോലെ ടോർബിയുടെയും ഉൽപ്പന്നം വിൽക്കുന്ന ആ മാൾ ഉള്ളത്. അതും ഒരു ഷോപ്പിംഗ് മാളാണ്. മറ്റനവധി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ടോർബി കുടുംബത്തിന്റെ മാളിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ
ഉൽപ്പന്നം വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രണ്ടും ഒരേ റോഡിലാണ്. ശരിക്കും വിശാലമായ ഒരു ഹൈവേയിലാണ് ഈ രണ്ട് മാള് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് മാളും തമ്മിലുള്ള അകലം പരമാവധി 200 മീറ്ററാണ്. രണ്ട് മാളിന് മുന്നിലും ആളുകളെ ആകർഷിക്കാനുള്ള എല്ലാ രംഗങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും ബാൻഡ് മേളവും ഡാൻസും ഒക്കെ ഉണ്ട്. അതോടൊപ്പം ആളുകളെ ആകർഷിക്കാനുള്ള 100,000 ഒരുക്കങ്ങളും രണ്ട് ഭാഗത്തുമുണ്ട്. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി കയറി തുടങ്ങി. ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ ടോർബി സ്റ്റാറ്റ്ഫോർഡ് കുടുംബം ലങ്കാസ്റ്റർ കുടുംബത്തെക്കാൾ വളരെ ലീഡിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ മാളിന് മുന്നിൽ നിൽക്കുന്ന ഡെസ്റ്റിനൈസിംഗ് ടീമിനും വളരെ വ്യക്തമായി ആ കാഴ്ച കാണാം. ഏകദേശം 200 മീറ്റർ അപ്പുറത്തുള്ള ടോർബി കുടുംബത്തിന്റെ ആ മാളിന് മുന്നിൽ ശരിക്കും വൻ ആൾക്കൂട്ടവും വാഹനങ്ങളുടെ കൂട്ടവും ഒക്കെ കാണാം. അവർ വളരെ നേരത്തെ തന്നെ പ്രചാരണം കൊടുത്തിരുന്നതുകൊണ്ട് അവിടേക്ക് ആളുകൾ ഒഴുകി വരുന്നുണ്ട്. അവിടേക്ക് ആളുകൾ ഒഴുകി വരുന്നെങ്കിലും ടോർബി കുടുംബത്തിലെയും സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിലെ ആളുകൾ നിൽക്കുന്നത് ലങ്കാസ്റ്റർ കുടുംബത്തിന് മുന്നിലാണ്. ടോർബി സ്റ്റാറ്റ്ഫോർഡ് ഉൽപ്പന്നം വാങ്ങാനായി ആളുകൾ ഇഷ്ടംപോലെ തിരക്ക് കൂട്ടപ്പോൾ ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ ആ മാളിലേക്ക് പതുക്കെ പതുക്കെ ആളുകൾ വരുന്നതേ ഉള്ളൂ. രാവിലെ അവിടെ ഉണ്ടായിരുന്ന ചാനലുകൾ വാർത്ത പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ശരിക്കും അവർ വളരെ ആലോചിച്ച് മാത്രമേ ആ വാർത്ത അന്ന് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. തോംസൺ ഗ്രൂപ്പിന്റെ സിംസൺ സാമുവൽ തോംസൺ അവരെ ഒന്ന് വിരട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായ ഒരു വാർത്തയെ അവർക്ക് കൊടുക്കാൻ പറ്റും. നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് വ്യക്തമാണ്. വെയിലോൺ വല്ലാതെ വിഷമത്തിലാണ്. അയാൾക്ക് വ്യക്തമായിട്ടും ടോർബി കുടുംബം ലീഡ് ചെയ്യുന്ന കാണാം. അങ്ങനെ വെയിലോൺ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു നിര കാറുകൾ ആ ഭാഗത്തേക്ക് വന്നത്. മത്സരം തുടങ്ങി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഈ 1 മണിക്കൂറിനിടയിൽ ഒരുപാട് വാഹനങ്ങൾ വന്നു. ടോർബി കുടുംബത്തിന്റെ മാളിന് മുന്നിലൂടെ കടന്നു വരുന്ന റോഡ് ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ ആ മാളിന് മുന്നിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു വരുന്ന ടോർബി കുടുംബത്തിന്റെ മുന്നിലൂടെയാണ്. ടോർബി കുടുംബത്തിന്റെ മുന്നിലൂടെ വന്ന ഒരു നിര വാഹനം അവിടെ നിർത്താതെ ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ മാളിന് മുന്നിലേക്ക് വരികയാണ്. പല വാഹനങ്ങളും 2 മാളിന് മുന്നിലും നിർത്താതെ കടന്നു പോകുന്നുണ്ട്. ഹൈവേ ആണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന വാഹനങ്ങൾ നിർത്തുമോ ഇല്ലയോ എന്ന് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റില്ല. വെയിലോണും കെവിനും ടീമും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു നിര വാഹനം ടോർബി കുടുംബത്തിന്റെ മാള് കടന്ന് ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ മാളിന്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ അങ്ങ് സ്റ്റോപ്പായി. റോൾസ് റോയ്സ് കാറാണ് ഏറ്റവും മുന്നിലുള്ളത്. ആ കാറ് ലങ്കാസ്റ്ററിനെ മാളിന് മുന്നിൽ നിർത്തിയിട്ട് ലങ്കാസ്റ്റർ മാളിലേക്ക് അങ്ങ് കയറുകയാണ്. അവിടെ പാർക്കിംഗ് ലോട്ടിലോട്ടാണ് ആ കാർ നീങ്ങുന്നത്. ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ മാളിന് മുന്നിൽ ആ കാറ് വന്ന് നിന്നതും ഏറ്റവും മുന്നിലുള്ള റോൾസ് റോയ്സ് കാറിൽ നിന്ന് ഒരു പ്രായമുള്ള മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി. ആ മനുഷ്യനെ കണ്ടതും കെവിനും സോഫിയും ഒക്കെ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഇസബെല്ലയും ഓവനും അമ്പരപ്പോടെ ആ മനുഷ്യനെ കാണുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയത് സാക്ഷാൽ ലാങ്ഫോർഡ് ആണ്. സ്റ്റോണിയിലെ 8 പ്രമുഖ കുടുംബങ്ങളിൽ 1ാമത്തെ കുടുംബമാണല്ലോ ലാങ്ഫോർഡ്. ലാങ്ഫോർഡ് കഴിഞ്ഞാണ് തോംസൺ കുടുംബം. ലാങ്ഫോർഡിന്റെ ഈതൻ ലാങ്ഫോർഡ് ആണ് പുറത്തിറങ്ങിയത്. ഈതൻ ലാങ്ഫോർഡ് പുറത്തിറങ്ങിയതും വേവൽ ഓടി ഈതന്റെ അടുത്ത് വന്നു. സർ, ഈതൻ ലാങ്ഫോർഡ്, സ്വാഗതം സ്വാഗതം, ലങ്കാസ്റ്ററിലേക്ക് സ്വാഗതം. വേവൻ, നിങ്ങളുടെ പുതിയ ഓയിൻമെന്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. എനിക്ക് കുറച്ച് മരുന്ന് വേണം. എൻ്റെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ഷോപ്പുകളിൽ വിൽപ്പനയ്ക്ക് വെക്കാനുള്ള ഓർഡർ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഒരു ഹ്യൂജ് ഓർഡറാണ് ഈതൻ ലാങ്ഫോർഡ് ഓഫർ ചെയ്തത്. ഈതൻ ലാങ്ഫോർഡ് ആ കൊടുത്ത ഓർഡർ കേട്ട് കെവിനും സോഫിയും ഇസബെല്ലയും അതുപോലെ ഓവനും ഒന്നും മിണ്ടാനാകാതെ ശരിക്കും അന്തവിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈതൻ ലാങ്ഫോർഡുമായി അവർക്ക് ഒരസാനേ പറ്റില്ല. ഈതൻ ലാങ്ഫോർഡിന്റെ ആ വരവും ഓർഡറും ശരിക്കും ഒരു ചലനം തന്നെ ആ ലങ്കാസ്റ്റർ കുടുംബത്തിന്റെ ആ മാളിന് മുന്നിൽ ഉണ്ടാക്കുകയാണ്. പുതിയ പുതിയ ആളുകൾ സ്വാഭാവികമായിട്ടും ഈതൻ ലാങ്ഫോർഡ് വന്നത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു തുടങ്ങി. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പത്രക്കാരും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണം. ഈതൻ ലാങ്ഫോർഡിനെ കൈ കിട്ടിയതും മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജെ ഡ്യൂ ഓയിൻമെന്റ് വാങ്ങാൻ തീരുമാനിച്ചെന്നും അദ്ദേഹത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വഴി ജെ ഡ്യൂ ഓയിൻമെന്റ് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ചോദ്യത്തിലൊക്കെ ഈതൻ ലാങ്ഫോർഡ് മറുപടി പറയുകയാണ്. ഈതൻ ലാങ്ഫോർഡിന് ശേഷം മറ്റൊരു വാഹന വ്യൂഹം എത്തി. ഇപ്പോ അവിടെ എത്തിയത് റോയൽ കുടുംബമായ ബൈറന്റ് ആണ്. സ്റ്റോണിയിൽ 4 റോയൽ കുടുംബമാണ് ഉള്ളത്. അതിൽ ശരിക്കും പ്രാധാന്യമുള്ളൊരു കുടുംബമാണ് ബൈറന്റ് കുടുംബം. ബൈറന്റ് കുടുംബവും സ്റ്റോണിയിലെ സൈന്യവും തമ്മിൽ ശരിക്കും ബന്ധമുണ്ട്. ബൈറന്റ് കുടുംബത്തിലെ ഒരുപാട് ആളുകൾ സ്റ്റോണിയുടെ സൈന്യത്തിലെ ജനറൽമാരും മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. എത്തിയവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ തോമസ് ബൈറന്റുമുണ്ട്. തോമസ് ബൈറന്റും ലൈം ബൈറന്റും ലിസ ബൈറന്റും ഒക്കെ അവിടെ എത്തിയതോടുകൂടി ശരിക്കും ഒരു ഓളം തന്നെ ഉണ്ടായി. റോയൽ കുടുംബാംഗങ്ങളെ അങ്ങനെ പരസ്യമായി ആളുകൾക്ക് കാണാൻ പറ്റുന്നതല്ല. ഇതാ റോയൽ കുടുംബമായ ബൈറന്റുകാർ അവിടെ എത്തിയിരിക്കുന്നു.
ഒരു വൻ ഓർഡറാണ് അവർ വെച്ചത്. അവർക്ക് സൈന്യവുമായി ബന്ധപ്പെട്ട് ആളുകളെ പരിശീലിപ്പിക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് വൻ തോതിലുള്ള ഓർഡർ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമുണ്ട്. ആ ഓർഡർ കൂടി ലങ്കാസ്റ്റർ ലഭിച്ചതോടുകൂടി ഇപ്പോ ലങ്കാസ്റ്റർ ടോർബി ചാറ്റ്ഫോർഡ് സംയുക്ത സംരംഭത്തിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ്. ഈ ശൈലിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ടോർബിയും ചാറ്റ്ഫോർഡും പരാജയപ്പെടുമെന്ന് ഏതാണ്ട് 100% ഉറപ്പ്. ബയറിന്റെ കാര്യം പോയി കഴിഞ്ഞതും അടുത്തതായി എത്തിയത് മറ്റൊരു റോയൽ കുടുംബമാണ്. വന്നത് ഡ്യൂക്ക് ഡങ്കനാണ്. ഡ്യൂക്ക് ഡങ്കനൊപ്പം സുന്ദരിയായ ഒരു യുവതി കൂടി ഉണ്ട്. ശരിക്കും ആരും നോക്കി നിന്ന് പോകും ആ സുന്ദരിയെ കണ്ടാൽ. വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നടാഷ ഹാർമണാണ്. നടാഷ ഹാർമൺ പക്ഷേ ഡസൻ റൈസിനെ കണ്ട ഭാവം കാണിച്ചില്ല. അതേപോലെ തന്നെയാണ് ഡ്യൂക്കും. ഡസൻ റൈസിന് അവിടെ വരുന്ന ആളുകളുമായി ഒരു ബന്ധവും ഉള്ളതായി ഒരു തോന്നലും ആർക്കും ഉണ്ടാകാത്ത ശൈലിയിലാണ് ഈതൻ ലാങ്ഫോർഡ് കുടുംബവും അതുപോലെ തന്നെ ഡ്യൂക്ക് ഡങ്കന്റെ കുടുംബവും പെരുമാറുകയാണ്. വൻ ഓർഡറാണ് ഡ്യൂക്ക് വെച്ചത്. ഡ്യൂക്ക് ഡങ്കന്റെ ബലാഡ് ഫാമിലി സ്റ്റോണിയയിലെ രാഷ്ട്രീയ മേഖലയിലെ ശക്തമായ കുടുംബമാണ്. സ്റ്റോണിയ ഭരണത്തിൽ ആ കുടുംബം സംഭാവന ചെയ്തിരിക്കുന്ന പോലെ ആളുകളെ വേറെ ഒരു കുടുംബവും സംഭാവന ചെയ്തിട്ടില്ല. ഭരണത്തിന്റെ എല്ലാ സ്ഥിരാ കേന്ദ്രങ്ങളിലും ഡ്യൂക്ക് ഡങ്കൻ ബലാഡിന്റെ ആളുകളാ ഉള്ളത്. അതേസമയത്ത് ബയറിന്റെ കുടുംബാംഗങ്ങളാണ് പട്ടാളത്തിൽ എല്ലാ ഭാഗത്തും ഉള്ളത്. രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഭരണ മേഖലയിൽ നിന്നും ഇപ്പോ ആർമി മേഖലയിൽ നിന്നും ഒക്കെ ആളുകൾ എത്തി ആ ജെ ഡ്യൂ ഓയിന്റ്മെന്റ് പർച്ചേസ് നടത്തിയോടുകൂടി ഇസബെല്ല പരാജയം സമ്മതിച്ചു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന പരാജയമാണ് ടോർബി സ്ട്രാറ്റ്ഫോർഡ് കുടുംബത്തിനുണ്ടായത്. പരാജയം അവർ സമ്മതിച്ചതും ഹെയ്സൽ ഇസബെല്ലയോട് പറഞ്ഞു, ഇസബെല്ല ഇപ്പോ ഉച്ചയായിട്ടല്ലേ ഉള്ളൂ, രാത്രി 8 മണി വരെ നമുക്ക് മത്സരമുണ്ട്. ഹെയ്സൽ, ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു. ഇസബെല്ല തോൽവി സമ്മതിച്ചതും കെവിനും സോഫിയും ഓവനും ഇസബെല്ലയും അവിടെ നിന്ന് പുറത്തേക്ക് നീങ്ങി. ശരിക്കും വൻ പ്രതീക്ഷയോടു കൂടിയാണ് ആ ടീം അവിടെ എത്തിയത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. അവിടെ നിന്ന് പോയ ടീം അടിയന്തര മീറ്റിംഗ് ടോർബി കുടുംബത്തിൽ വിളിച്ചിരിക്കുകയാണ്. ടോർബി കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടി വൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഡെവലപ്പ് ചെയ്ത റീജുവിനേഷൻ ഓയിന്റ്മെന്റ് ആണ് അവർക്കിത് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നത്. ജെ ഡി ഓയിന്റ്മെന്റുമായി മത്സരിച്ച് അവരുടെ ഓയിന്റ്മെന്റിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ് അവർ ഇസബെല്ലയുടെ മത്സരത്തെ ഏതാണ്ട് അംഗീകരിച്ചത്. ഇസബെല്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ റീജുവിനേഷൻ ഓയിന്റ്മെന്റിന് പകരം ഡസൻ റൈസ് ഉണ്ടാക്കിയ ജെ ഡ്യൂ ഓയിന്റ്മെന്റ് തന്നെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോ അതാണ് ഇല്ലാതായിരിക്കുന്നത്. മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓവന്റെ പിതാവ് ഹരോൾഡ് കെവിനോട് ചോദിച്ചു, മിസ്റ്റർ കെവിൻ, എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മൾ എന്തുമാത്രം പണമാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തത്? ആ പണം മുഴുവൻ പോയില്ലേ? മിസ്റ്റർ കെവിൻ, പണം മാത്രമല്ല നമുക്ക് നഷ്ടമായത്, നമ്മുടെ അഭിമാനം കൂടി നഷ്ടമായിരിക്കുകയാണ്. മിസ്റ്റർ കെവിൻ, എന്താണ് സംഭവിച്ചത്? നിങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെ റീജുവിനേഷൻ ഓയിന്റ്മെന്റ് ആയിരിക്കും ഏറ്റവും ശക്തമായ ഉൽപ്പന്നമെന്ന്? അതിനെ മറികടക്കാൻ വേറെ ഒരാൾക്കും പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഇതെന്താ നമ്മുടെ ഓയിന്റ്മെന്റിന്റെ ഫോർമുല ആരെങ്കിലും മോഷിച്ചു? അത് കേട്ടതും കെവിൻ പറഞ്ഞു, മിസ്റ്റർ ഹാരോൾഡ്, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഫോർമുല ആരും മോഷ്ടിച്ചതല്ല. നമ്മുടെ ഉൽപ്പന്നത്തെക്കാൾ 10 ടൈംസ് ശക്തമായ ഉൽപ്പന്നമാണ് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. മിസ്റ്റർ കെവിൻ, അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ ഉൽപ്പന്നത്തെക്കാൾ 10 ടൈംസ് ശക്തമായ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ വരും? അതും ലങ്കാസ്റ്ററിന് അതെങ്ങനെ ഇറക്കാൻ പറ്റും? ലങ്കാസ്റ്ററിന് നമുക്ക് അറിയത്തില്ലേ, അവർക്ക് ഒരു റിസർച്ച് ഫെസിലിറ്റീസും ഇല്ല, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ മേഖലയിൽ. ഇപ്പൊ അവർ മാർക്കറ്റിംഗിന് സഹായിക്കുന്നത് തോംസൺ ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ തോംസൺകാര് റിസർച്ച് ചെയ്തല്ല ആ പ്രോഡക്റ്റ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. റിസർച്ച് ചെയ്തിരിക്കുന്നത് ലങ്കാസ്റ്റർ ആണ്. ലങ്കാസ്റ്റർ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നം ഉണ്ടാകില്ല. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, എന്താണെന്ന് വിശദമാക്കൂ. ഹാർവാർഡ് സ്റ്റാറ്റ്ഫോർഡ് അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചതും കെവിൻ അയാളോട് പറഞ്ഞു, മിസ്റ്റർ സ്റ്റാറ്റ്ഫോർഡ്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിശദമാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഫോർമുലയും ലങ്കാസ്റ്ററിന്റെ ഉൽപ്പന്നത്തിന്റെ ഫോർമുലയും ഒരാളുടെ സൃഷ്ടിയാണ്. മിസ്റ്റർ കെവിൻ, നിങ്ങൾ പറയുന്നത്? അതെ മിസ്റ്റർ ഹാർവാർഡ്, ഈ 2 ഉൽപ്പന്നത്തിന്റെയും ഫോർമുല എഴുതിയത് ഡസൻ റൈസ് എന്ന ചെറുപ്പക്കാരനാണ്. അയാളുടെ കുടുംബത്തിന്റെ ഒരു രഹസ്യ അറിവ് അയാൾ പങ്കുവെക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം കെവിൻ കഥകൾ മുഴുവൻ ഓവന്റെ അച്ഛനോട് വ്യക്തമാക്കുകയാണ്. ഇപ്പോഴാണ് അയാൾക്കൊരു ധാരണയായത്. അത് കേട്ടതും ഹാർവാർഡ് കെവിനോട് ചോദിച്ചു, മിസ്റ്റർ കെവിൻ, ഈ ഡസൻ റൈസ് നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു മിടുക്കനാണ്. അയാൾക്ക് ഈ ഒരു ഓയിന്റ്മെന്റ് മാത്രമാകില്ല അറിയാവുന്നത്, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കണം. അയാളെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഒരുപാട് മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹാർവാർഡ് പറഞ്ഞ വാചകം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന സോഫിയ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, അതെ, അത് തന്നെയാണ് അതിന്റെ ശരി. ഡസൻ റൈസിനെ നമുക്ക് വേണം. അയാളെ നമ്മൾ ക്ഷണിച്ചാൽ അയാൾ വരത്തില്ല. നമുക്ക് അയാളെ പിടികൂടണം. അയാളെ എന്ത് വില കൊടുത്തും പിടികൂടണം. സോഫിയ ആ കാര്യം പറഞ്ഞതും ഡസൻ റൈസിനെ പിടികൂടാനുള്ള ചർച്ച അവിടെ നടക്കുകയാണ്. ഈ സമയത്ത് ഡസൻ റൈസും ഹെയ്സലും
സിംസൺ തോംസണും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അവിടെ തൊട്ടടുത്ത് അന്നയുണ്ട്. അന്നയുടെ കൂടെ 2 ബോഡി ഗാർഡുകളുമുണ്ട്. സിംസൺ ശരിക്കും സന്തോഷത്തിലാണ്. ഹെയ്സൽ സിംസണോട് ചോദിച്ചു, മിസ്റ്റർ സിംസൺ, സത്യമായിട്ടും ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. നിങ്ങളൊന്ന് അഭിനന്ദിക്കാൻ എനിക്ക് അല്പം സമയം പോലും കിട്ടിയില്ല. നിങ്ങളിത് എങ്ങനെയാ ലാങ്ഫോർഡുകാരെയും ബൈറന്റിനെയും അതുപോലെ ഡ്യൂക്കിനെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നത്? ഹെയ്സൽ, അത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ? തോംസൺ, ഇതെന്തൊരു ചോദ്യമാണ്? ഞാനാണ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കൂ? ഹെയ്സൽ, എനിക്ക് ഈതൻ ലാങ്ഫോർഡിനെ അറിയാവുന്നേ ഉള്ളൂ. മറ്റു 2 ആളുകളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. തോംസൺ കുടുംബത്തെക്കാൾ ശക്തരാണ് ലാങ്ഫോർഡ് കുടുംബം. പക്ഷെ ലാങ്ഫോർഡ് കുടുംബത്തെ തോംസൺ കുടുംബത്തിന് അറിയാം. അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ സിംസൺ സാമുവൽ തോംസണ് ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷെ അതിനപ്പുറത്ത് റോയൽ കുടുംബമായ ബൈറന്റിനെയും ബലാഡിനെയും അവിടെ എത്തിച്ചത് താനല്ല എന്ന് തോംസൺ തീർത്തു പറഞ്ഞതോടുകൂടി ഹെയ്സല് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അപ്പൊ പിന്നെ ആരാ അവരിവിടെ കൊണ്ടുവന്നത്? അങ്ങനെ ഹെയ്സൽ ചോദിച്ചതും തോംസന്റെയും ഹെയ്സലിന്റെ കണ്ണുകൾ ഒരുമിച്ച് ഡസ്റ്റിലേക്ക് പറഞ്ഞു. ഡസ്റ്റിനാണ് അവരെത്തിച്ച്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ലങ്കാസ്റ്റർക്കാർക്കും തോംസൺകാർക്കും പറ്റാത്ത ഒരു കാര്യം എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? ഇത് എങ്ങനെയോ അവർ അറിഞ്ഞു വന്നതാണ്. ഡ്യൂ ഓയിൻമെന്റിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ട് ഡ്യൂക്ക് ഡങ്കൻ ബലാഡും അയാളുടെ ടീമംഗങ്ങളും അതുപോലെ ഈതൻ ലാങ്ഫോർഡും അയാളുടെ ടീമംഗങ്ങളും ബൈറന്റ് കുടുംബവും വന്നതാണെന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് തോംസന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെ തോംസൺ വിശ്വസിക്കുമ്പോഴും ഹെയ്സന്റെ കണ്ണുകൾ ഡസ്റ്റിനെ ഒന്ന് ഒഴിഞ്ഞു നോക്കുകയാണ്. ശരിക്കും ഈ ഡസ്റ്റിൻ ഒരു മിസ്റ്ററി ആണല്ലോ, അങ്ങനെ തോന്നലാണ് ഹെയ്സലിനുള്ളത്. അങ്ങനെ തോന്നൽ ഹെയ്സൽ ഉണ്ടായെങ്കിലും ഹെയ്സൽ ഒന്നും മിണ്ടിയില്ല. ആ നിമിഷത്തിൽ തോംസന്റെ മുന്നിലുണ്ടായിരുന്ന ആ വൈൻ തീർന്നു. പുതിയ വൈൻ കൊണ്ടുവരാനായി തോംസൺ ആവശ്യപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു പുതിയ വൈൻ കുപ്പി അവിടെ വന്നു. തോംസൺ ആ വൈൻ പൊട്ടിച്ചു. 3 ഗ്ലാസുകളിലേക്ക് തോംസൺ വൈൻ ഒഴിച്ചു. വൈൻ ഒഴിച്ചതിന് ശേഷം ചിരിച്ചുകൊണ്ട് തോംസൺ ആ വൈൻ എടുത്ത് കുടിക്കാൻ പോയതും ഡസ്റ്റിൻ തോംസൺ വേണ്ട സ്റ്റോപ്പ് എന്ന് ഡസ്റ്റിൻ തോംസൺ അതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ട്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഡസൻ മൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റിൽ ചെയ്യണം. താങ്ക് യു.